ഇമാം ഷാഫിയുടെ ഉമ്മയെ സംബന്ധിച്ച് ധാരാളം ഹിക്കായത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ വലിയ സാലിഹത്തായിട്ടുള്ള സ്ത്രീയായിരുന്നു. ഒരുപാട് ബുദ്ധി കൊണ്ടും തഖ്വ കൊണ്ടും വളരെയധികം അവർ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അയിമ്മത്തുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് ഒരു വിഷയത്തിൽ, ഒരു പ്രത്യേക വിഷയത്തിൽ വിധി പറയാൻ വേണ്ടിയിട്ട് അവരെ കോടതിയിലേക്ക് എന്ത് ചെയ്തു, ഖദാഇന് വേണ്ടിയിട്ട് സാക്ഷി പറയാൻ വേണ്ടിയിട്ട്, ഒരു വിധി പറയുന്ന വിഷയത്തിൽ സാക്ഷി പറയാൻ വേണ്ടി അവർ ക്ഷണിക്കപ്പെട്ടു. അവരും മറ്റൊരു സ്ത്രീയും ഉണ്ട്, പിന്നെ ഒരു പുരുഷനാണുള്ളത്. 2 സാക്ഷികളാണ് വേണ്ടത്. പെണ്ണായി കഴിഞ്ഞാൽ 2 സ്ത്രീകൾ വേണമെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പുരുഷന്റെ കൂടെ തന്നെ. അങ്ങനെ ഖാദി എന്ത് ചെയ്തു, 2 പേരെയും വേറെ വേറെ നിർത്തിയിട്ട് അവരെ സാക്ഷി കേൾക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞു. അവരെ മാറ്റി നിർത്തിയിട്ട് ഒരാൾ സാക്ഷി പറയുമ്പോൾ മറ്റേ ആൾ മാറ്റി നിർത്താം. ഇതിനെ ഇമാം ഷാഫിയുടെ ഉമ്മ എതിർത്തു. ഇത് താങ്കൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹു പറഞ്ഞിട്ടുള്ളത് 2 സ്ത്രീകൾ സാക്ഷി പറയുകയാണെങ്കിൽ ഒരു പുരുഷന്റെ കൂടെ എന്തായിരിക്കണം, 2 പേര് ഒരുമിച്ച് നിൽക്കണം. എന്നിട്ട് ഒരാൾക്ക് തെറ്റു വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾ എന്ത് ചെയ്യണം, അത് തിരുത്തണം. എന്നതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 2 പേരും ഒരുമിച്ചിരുന്നത് എന്ത് ചെയ്യണം, സാക്ഷി പറയണം എന്നുള്ളത് ഇമാം ഷാഫിയുടെ ഉമ്മ പറഞ്ഞു. ഇത് വലിയൊരു ഫിഖ്ഹാണ് എന്നുള്ളത് അയിമ്മത്തുകൾ പറഞ്ഞിട്ട്, ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു ഫിഖ്ഹാണ്. കാരണം അവർക്ക് അത്രയധികം ബുദ്ധി ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു എന്നതിനെ അറിയിക്കുന്നതാണെന്ന്. അങ്ങനെ ഇമാം ഷാഫിയെ ഈ തരത്തിൽ വളർത്തിയെടുത്തതിൻ്റെ വലിയ പങ്ക് ഉമ്മക്കാണെന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ്. നമ്മൾ പല അയിമ്മത്തുകളെ പരിശോധിക്കുന്ന സമയത്ത് ഇമാം ഷാഫിയുടെ സമകാലികരായിട്ടുള്ള പല അയിമ്മത്തുകൾ, അദ്ദേഹത്തിന് മുമ്പുള്ള ഇമാം അബൂ ഹനീഫ, അതുപോലെ ഇമാം മാലിക്, ഇമാം 4 മദ്ഹബിന്റെ ഇമാമുമാരെയും വളർത്തിയത് അവരൊക്കെ യതീമുകളായിരുന്നു. അവരെല്ലാം വളർത്തിയിട്ടുള്ളത്, അവരെ ഈ തരത്തിലേക്ക് നയിച്ചിട്ടുള്ളത്, അതിൻ്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് അവരുടെ ഉമ്മമാരായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇമാം ബുഖാരിയുടെ കാര്യം, അങ്ങനെ ധാരാളം അയിമ്മത്തുകളുടെ കാര്യം. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ, നമ്മൾ ചരിത്രത്തിൽ പരിശോധിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ഒരിക്കലും ഗ്രന്ഥങ്ങളോ അതല്ലെങ്കിൽ മറ്റ് വലിയ സേവനങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. വളരെ കുറവാണ് പുരുഷന്മാരെ അപേക്ഷിച്ച്. പക്ഷെ അവരെ ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് ഇതുപോലുള്ള വലിയ ചരിത്ര പുരുഷന്മാരെ അവരെന്ത് ചെയ്തു, വാർത്തെടുത്തു എന്നുള്ളതാണ്. അതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ദൗത്യം. ഇതാണ് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിമാത്തുകൾ ചെയ്യേണ്ട ഒരു വിഷയം. അവരുടെ വീടുകൾ ഒതുങ്ങിയിരുന്നുകൊണ്ട് അവരുടെ മക്കളുടെ വിഷയം, അതുപോലെ തന്നെ അവരുടെ ഭർത്താവിൻ്റെ വിഷയം, ഇതൊക്കെയാണ് മുഖ്യ പരിഗണനയിൽ കൊടുക്കേണ്ട വിഷയം.